നടന്നതൊക്കെ ഞാൻ നിന്റെ ഏട്ടനോട് പറഞ്ഞു. നിന്റെ ഫ്രണ്ട് നീ കരുതിയതുപോലെ കോടീശ്വരനൊന്നും അല്ലെന്ന് അനൂപേട്ടനും അറിഞ്ഞിരിക്കണമല്ലോ. നമ്മളൊന്ന് കൊതിക്കും, ദൈവം മറ്റൊന്ന് വിധിക്കും. പക്ഷെ ഒരു രാത്രിക്കൊരു പകലുണ്ടാവും, അമാവാസിയും പൗർണമിയും പോലെ. ഡയലോഗ് ഈ ക്ലീഷ ഡയലോഗ് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് എന്നെ കൂടുതൽ സങ്കടപ്പെടുത്താതെന്നും ചേച്ചിയോട് പറയട്ടാ. ഇതൊക്കെ ഒരു സാധാരണ സംഭവമായി മറക്കണം മോളെ. ഇപ്പൊ നടന്നതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയി ജീവിതത്തിൽ മുന്നേറാനുള്ള ഒരു വാശി ഉണ്ടാവണം. എനിക്ക് ആ വാശി തോന്നിക്കഴിഞ്ഞേട്ടാ. വെരി ഗുഡ്. ഇതുവരെയുള്ള കുട്ടികളെയൊക്കെ മാറ്റിവെച്ച് ഇനിയാ നീ ബുദ്ധിമതിയായ ഒരു മുതിർന്ന പെൺകുട്ടിയായി മാറാൻ പോകുന്നത്. ഇപ്പഴാ നിന്നെ കുറിച്ചോർത്ത് ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നു. അതെ, ഇന്നത്തെ പത്രത്തില് PSC കുറെ നോട്ടിഫിക്കേഷൻസ് നടത്തിയിട്ടുണ്ട്. നന്നായി പഠിച്ച് നീ അതിലേതെങ്കിലും ഒരു ജോലിയിൽ കയറി പറ്റണം. ഒരു സർക്കാർ ജോലിക്കാരിയാവാൻ കുത്തിയിരുന്ന് പഠിക്കുന്ന ആർക്കും പറ്റും. എനിക്ക് അതിലും വലിയ ആളാവണം. അങ്ങനെയാണെങ്കിൽ ഒരു ലോൺ എടുക്കാൻ നിന്നെ ഞാൻ സഹായിക്കാം. സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്ത് നീ വലിയ ആളാവണം. വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് നീ ഒരു മാതൃകയാവണം. ഓ, അങ്ങനെ മെനക്കെടാനൊന്നും എനിക്ക് വയ്യ. അർജുന്റെ മുമ്പിൽ തോറ്റതൊരു ഇൻസ്പിറേഷൻ ആക്കിയെടുത്ത് ഞാനൊരു ഒറിജിനൽ കോടീശ്വരനെ വളച്ചെടുക്കും. എന്നിട്ട് അവനെ കല്യാണം കഴിച്ച് അർജുന്റെ മുമ്പിൽ ഞെളിഞ്ഞു നടക്കും. ഇത്രയും വലിയ തേപ്പ് കിട്ടിയിട്ടും നിനക്ക് ഒരു മാറ്റം ഇല്ലല്ലേ? മാറിയാ ഞാനല്ലാതാവില്ലേ മാളു ചേച്ചി? ധുനി, നിനക്കേ ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം ഞങ്ങൾ തന്നിട്ടുണ്ട്. അത് നീ ഒരു നല്ല കുട്ടിയാണെന്നും അബദ്ധത്തിലൊന്നും പോയി ചാടില്ല എന്നുള്ള ഉത്തമ വിശ്വാസം ഉള്ളതുകൊണ്ടാ. ഈ അർജുൻ എന്ന് പറഞ്ഞവനെ കുറിച്ച് കേട്ടപ്പോഴുണ്ടല്ലോ, സത്യം പറഞ്ഞ ആ കല്യാണം നടക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതാ. അത് പക്ഷേ നീ കരുതുന്ന പോലെ അവനൊരു കോടീശ്വരനായതുകൊണ്ടല്ല, അവൻ നിന്നെ മനസ്സിലാക്കുന്നവനായതുകൊണ്ടാ. അവൻ ഇനി എന്നെ മനസ്സിലാക്കണ്ട. ഞാൻ അവനെ ബ്ലോക്ക് ചെയ്യും. അവന്റെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും റിമൂവ് ചെയ്യും. എന്ത് വേണേലും ആയിക്കോ. പക്ഷെ എത്രയും വേഗം നീ ഒരു ജോലി സമ്പാദിക്കണം. അത് കഴിഞ്ഞും വേണമെങ്കിൽ കോടീശ്വരൻ അന്വേഷിക്കാലോ. ശില്പ ഇനി കണ്ടുമുട്ടുന്നതിന് മുമ്പ് എന്റെ ലൈഫ് സെറ്റ് ആവണം. അതെ, ഞാനൊരു സത്യം പറയട്ടെ. നീയും ശില്പയായിട്ടുള്ള കോണ്ടാക്ട് വിട്ടതിന് ശേഷം നിനക്കൊരു 10 പൈസയുടെ കുറവ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആളു പോയി കിടന്നുറങ്ങാം. എന്തെങ്കിലും മനസ്സിലായോ എന്തോ? എന്നാലും എനിക്ക് വിധിച്ച കോടീശ്വരൻ ഇപ്പൊ എവിടെയായിരിക്കും? ഇതുവരെ കഴിഞ്ഞില്ലേ സുധി? സുധി ഇത് എത്ര നേരായി? ദാ വരുന്നു. ഒരു കുഞ്ഞാവ കുപ്പിപ്പാല് പോലെ ഫ്ലാസ്കിലെ കുടിച്ചു. തീർന്ന അപ്പൊ തന്നെ കിട്ടണം. ഒന്ന് വെയിറ്റ് ചെയ്യ്, ഫില്ല് ചെയ്യണ്ടേ? കയ്യിലുള്ള കാശ് മുഴുവൻ തീർന്നു. ഡാഡിയും ഞാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ലീക്കായതുകൊണ്ട് കടം കിട്ടാനുള്ള വഴികളും അടഞ്ഞു. പക്ഷേ ഡാഡിയുടെ കുറച്ച് കാശ് കയ്യിലെത്താൻ ഞാനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. എന്ത് പ്ലാൻ ആര്യൻ സർ?
ഓഫീസിൽ കുറെ നാളായി എന്നെയും ചൈത്രയും പേടിച്ച് ഡാഡി ലിക്വിഡ് ക്യാഷ് സൂക്ഷിക്കാറില്ലല്ലോ. പക്ഷേ മിഥുനേട്ടൻ പാർട്ടി ഫണ്ടിലേക്ക് 50 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് കൊടുക്കാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട അനന്തരവൻ ചോദിച്ചുകൊണ്ട് കൊടുക്കാമെന്ന് ഡാഡി സമ്മതിക്കുകയും ചെയ്തു. നാളെയാണ് ട്രാൻസാക്ഷൻ. 50 ലക്ഷം കയ്യോടെ വാങ്ങിക്കൊണ്ടുപോവാൻ സീനിയർ ലീഡർ പീതാംബരന്റെ അടിയോടെയും കൂട്ടിയാണ് മിഥുനേട്ടൻ എത്തുന്നത്. ഓ, ആര്യൻ സാറിന്റെ നെറ്റ്വർക്ക് ഭയങ്കരം തന്നെ. ഇതൊക്കെ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? കണ്ടുപിടിക്കുക മാത്രമല്ല, മിഥുനേട്ടനും അടിയോടെയും എത്തുന്നതിന് മുമ്പ് ഓഫീസിൽ നിന്ന് ഞാൻ ആ ക്യാഷ് മുക്കുകയും ചെയ്യും. ക്യാഷ് നഷ്ടപ്പെട്ട കാര്യം അറിയുമ്പോ അടിയോടിക്ക് അടി കിട്ടിയതുപോലെ ആവും. പിന്നെ അങ്ങ് ഓടിയാൽ മാത്രം മതി. ആ, പക്ഷേ SP സാറ് പ്രശ്നം ഉണ്ടാക്കില്ലേ? ഉണ്ടാക്കട്ടെ. ഹൂ കെയർസ്? കണ്ട രാഷ്ട്രീയക്കാർക്കൊക്കെ കക്കാനും മുക്കാനും കൊടുക്കാനൊക്കെ ഡാഡിയുടെ ക്യാഷ് ഉണ്ട്. ഞാൻ ചോദിച്ച ഒറ്റ പൈസ തരൂല. അപ്പൊ പിന്നെ എന്റെ കടങ്ങൾ തീർക്കാൻ ഇതല്ലാതെ വേറെന്താ വഴി? ഒരു മാസത്തിലേറെയായി കുട്ടി ഈ കിടപ്പ് തുടങ്ങിയിട്ട്. ഇപ്പോൾ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കുട്ടി ഞങ്ങൾ പറയുന്നൊക്കെ കേൾക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി എത്രയും വേഗം സംസാരശേഷി തിരിച്ചു കിട്ടണം. അതിന് കുട്ടി തന്നെ ശ്രമിക്കണം. ഞാൻ ഹെൽപ്പ് ചെയ്യാം. കമോൺ കമോൺ ട്രൈ. കമോൺ ട്രൈ. വീടെന്ന് പറയാൻ ശ്രമിക്കാന്ന് തോന്നുന്നു. നിങ്ങൾ മിണ്ടാതിരിക്കണം. ഈ കുട്ടിയെ കൊണ്ട് തന്നെ പറയിക്കാന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. സോറി ഡോക്ടർ. കമോൺ ട്രൈ. വീണ്ടും വീടെന്ന് പറയാൻ ശ്രമിക്കുകയാണോ?